resurrection, and the life. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഉയർപ്പ് തിരുനാളാണ്. ഈ ഉയർപ്പ് തിരുനാൾ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും, അവമാനത്തിൽ നിന്ന് മഹത്വത്തിലേക്കും പ്രവേശിക്കുന്ന യേശുവിനെയാണ്. ദുഃഖവെള്ളിയാഴ്ച ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിൽ മരക്കുരിശിൽ മൂന്നാണകളിൽ തൂങ്ങിക്കിടന്ന് അർദ്ധനഗ്നനായി അവമാനമേറ്റ് യേശു മരിച്ചു. എന്നാൽ ഉയർപ്പ് തിരുനാൾ ദിവസം മനുഷ്യരുടെ ആലോചനകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട്, എല്ലാവരുടെയും പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് ഈശോ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് നമുക്ക് ശക്തി നൽകുന്ന സന്ദേശം. ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈശോ നമ്മോട് കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ യേശു നമ്മോട് പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അവമാനമുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, മരണത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ അവസ്ഥയും ഉണ്ടാകും. ആ ഉയർപ്പിൻ്റെ അവസ്ഥയിലേക്കുള്ള നമ്മുടെ മാറ്റമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിനാൽ യേശു ജീവിച്ചിരിക്കുന്നുവെന്നും യേശു നമ്മോടൊപ്പമുണ്ട് എന്നും നമുക്ക് വിശ്വസിക്കാം. ഈ തിരുനാൾ നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ നമുക്ക് സ്വന്തമാക്കാം. നമ്മൾ താഴുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, അവമാനം സഹിക്കേണ്ടി വരുമ്പോൾ ഒരു മഹത്വത്തിൻ്റെ ദിവസം നമുക്ക് വരാനുണ്ട് എന്ന് ഈ മഹത്വത്തിൻ്റെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.